മനസ്സിലായല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ യൂസേജ് എന്താന്ന് നോക്കാം. ഇൻ നെഗറ്റീവ് സെന്റൻസസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് ഡിഡ് നോട്ട് ഹാപ്പൻ. ഒരു കാര്യം നടന്നില്ല എന്ന് പറയാൻ, പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം നടന്നില്ല എന്ന് പറയാൻ നെഗറ്റീവ് സെന്റൻസ് എന്നല്ലേ നമ്മൾ പറയാം. എന്തെങ്കിലും ഇല്ല അങ്ങനെ പറയുന്നതെല്ലാം നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പൊ നെഗറ്റീവ് സെന്റൻസിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നോട്ടും കൂടെ അതിലൂടെ ആഡ് ചെയ്യണം. ഞാൻ പാർട്ടിക്ക് പോയില്ല, ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയില്ല എന്നെങ്ങനെ പറയും? ഐ ഡിഡ് നോട്ട്, ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ദ പാർട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഡിഡ് നോട്ട് എന്നുള്ളതിനെ നമുക്ക് ഒന്ന് ഷോർട്ട് ആക്കാം. അപ്പൊ എന്ത് ആവും, ഇത് ഡിഡിൻറ്റ്. അപ്പൊ നമുക്ക് ഐ ഡിഡിൻറ്റ് അറ്റൻഡ് ദ പാർട്ടി എന്ന് പറയാം. ബട്ട് ഡിഡ് നോട്ട് എന്ന് പറയാം, ഡിഡിൻറ്റ് എന്നും പറയാം. ഐ ഡിഡിൻറ്റ് അറ്റൻഡ് ദ പാർട്ടി അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ദ പാർട്ടി. അവർ ആ വീട് വാങ്ങിച്ചില്ല എന്നെങ്ങനെ പറയും? അവർ ആ വീട് വാങ്ങിച്ചില്ല. അവർ ആരാണ്? ദേ. വാങ്ങിച്ചില്ല, ഡിഡ് നോട്ട്. ഇനി വാങ്ങിച്ചില്ല എന്നുള്ളതിന്റെ മെയിൻ വേർബ് വരണം, ബൈ. ദേ ഡിഡ് നോട്ട് ബൈ ദ ഹൗസ്. വീട് അവർ വാങ്ങിച്ചിട്ടില്ല, ആ വീട് അവർ വാങ്ങിച്ചില്ല. ദേ ഡിഡ് നോട്ട് ബൈ ദ ഹൗസ്. ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് പറയേണ്ടത്. അവൾ വന്നില്ല എന്നെങ്ങനെ പറയും? ഷീ ഡിഡ് നോട്ട് കം. ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ് പറയാൻ നമ്മൾ എന്തായാലും ഡിഡ് നോട്ട് യൂസ് ചെയ്തേ പറ്റൂ. അത് ഡിഡ് നോട്ട് ഇല്ലാതെ നമുക്ക് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഷീ ഡിഡ് നോട്ട് കം, ഷീ ഡിഡ് നോട്ട് കോൾ, ദേ ഡിഡ് നോട്ട് ഗോ എന്നൊക്കെ വേണം പറയാൻ. Now going to the next usage in questions to inquire about the past actions. പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കണം, അറിയണം. എങ്കിൽ അതെങ്ങനെ ചോദിക്കാം, അതിനെങ്ങനെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം, അതാണ് ഇനി അടുത്തത്. ഫസ്റ്റ്, നിന്റെ പ്രോജക്റ്റ് നീ തീർത്തോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം. നിന്റെ പ്രോജക്റ്റ് നീ തീർത്തോ? അപ്പോൾ ഡിഡ്